മരണപ്പെട്ട വാപ്പാക്കും ഉമ്മാക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ വലിയ സമ്മാനം. നമ്മൾ യാസീൻ സൂറത്ത് ഓതിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആരക്കാറുണ്ട്. അതുമാത്രമല്ല ആയത്തുൽ കുർസി ഓതിയിട്ട് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്താൽ അല്ലാഹു തആല മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുന്നതാണ്, ഒരുപാട് നേട്ടങ്ങൾ കൊടുക്കുന്നതാണ്. ഒരു മനുഷ്യൻ മുടങ്ങാതെ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ മരിച്ചു കഴിഞ്ഞാൽ അവനെ അല്ലാഹു തആല സിദ്ദീഖീങ്ങളോടൊപ്പം ശുഹദാക്കളോടൊപ്പം പ്രവാചകന്മാരോടൊപ്പം ഉൾപ്പെടുത്തുന്നതാണ്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ അവൻ ജുമുഅ നമസ്കാരത്തിന് ശേഷം വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് ശേഷം ഉമ്മമാര് അവർ വീട്ടിൽ തന്നെ ദുഹർ നമസ്കാരം വെള്ളിയാഴ്ച ഉച്ചക്കുള്ള ദുഹർ നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് നിസ്കരിക്കുക. 2 റക്അത്ത് നിസ്കാരം. ആ നിസ്കാരത്തിൽ അവൻ ആദ്യത്തെ റക്അത്തിൽ 5 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതുക. ശേഷം ആ നിസ്കാരത്തിൽ തന്നെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക. എന്നിട്ട് നിസ്കാരം പൂർത്തിയാക്കുക. എങ്ങനെ? 2 റക്അത്ത് നമസ്കാരം. ആദ്യം കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹ ഓതി, എന്നിട്ട് 5 പ്രാവശ്യം ആയത്തുൽ കുർസി, ശേഷം കുറച്ച് സ്വലാത്തും കൂടി ചൊല്ലി, പിന്നെ റുകൂഅ്, ഇഅ്തിദാൽ, സുജൂദൊക്കെ ചെയ്ത് വീണ്ടും അവൻ നമസ്കാരത്തിലേക്ക് വന്നു. 2ാമത്തെ റക്അത്തിലേക്ക് വന്നു. അല്ലാഹു അക്ബർ, സൂറത്തുൽ ഫാത്തിഹ 5 പ്രാവശ്യം, ആയത്തുൽ കുർസി, വീണ്ടും സ്വലാത്ത് ചൊല്ലി, പിന്നെ നമസ്കാരം അവൻ പൂർത്തിയാക്കിയിട്ട് അവൻ ദുആ ചെയ്താൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാൻ പറ്റുന്നതാണെന്ന് കിതാബുകളിൽ മഹത്തുക്കൾ പറയുന്നു.